ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തുൽ തൗബയിലെ 5-ാമത്തെ വചനത്തിൽ പറയുന്ന ആ ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അന്യമതസ്ഥരെ എവിടെ വെച്ച് കണ്ടാലും കഴുത്തെടുത്ത് കൊല്ലുക എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളെക്കുറിച്ച് ധന്യ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ഞാൻ വീണ്ടും പറയുന്നു. അന്ന് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളൊരു യുദ്ധം പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരൻ ആര് വന്നാലും പാകിസ്ഥാനും വെറുതെ വിടില്ല, പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വന്നാലും ഇന്ത്യക്കാരും വെറുതെ വിടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവൻ ഏത് മതസ്ഥനായാലും ശരി, നിങ്ങൾ കണ്ണടച്ച് കൊടുത്തോന്ന്. അല്ലാതെ അവരുടെ മതവും ജാതിയൊന്നും നിങ്ങൾ നോക്കരുത്. അവരാരായാലും ശരി, അന്യമതത്തിൽപ്പെട്ട ആളുകളായാലും ശരി, നിങ്ങൾ അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് എടുക്കരുത്. കാരണം നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ മക്കളും നമ്മളുടെ കുടുംബവുമാണ് നമുക്ക് വലുത്. അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നെഞ്ചും വിരിച്ചുകൊണ്ട് നിൽക്കാനല്ല അവിടെ പറയുക. അതാരായാലും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അത് പറയണമെന്ന് തോന്നി. കാരണം ചില കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെയിലും ഉണ്ട് ആ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്നും കൂടെ ഞാൻ വേണമെച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് അധ്യായം 9. തൗബ കാണുന്നുണ്ടോ? ഇതിൽ 5-ാമത്തെ ഇതിൽ പറയുന്നത് 5-ാമത്തെ യുദ്ധനിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക, അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക. എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർ കൈ പതിയിരിക്കുക. അഥവാ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിടുക. സംശയം വേണ്ട, അല്ലാഹു ഏറെ പൊറുക്കുന്നവരും പരമദയാലുവുമാണ്. ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒരാൾ നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക. അവൻ ദൈവവചനം കേട്ടറിയട്ടെ, പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അവൻ അറിവില്ലാത്ത ജനാമയത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ബഹുദൈവ വിശ്വാസിക്ക് അവൻ്റെ ദൂതനെയും അടുക്കൽ കരാർ. അതായത് ഇത് പറഞ്ഞത് എന്താണ്? യുദ്ധം പറയുകയാണ്, യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ നീ അവരെ അങ്ങനെയാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട, നീയും അറ്റാക്ക് ചെയ്തോ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നല്ല മനസ്സിൻ്റെ ഉടമകളും, അതായത് മനസ്സിൽ പശ്ചാത്താപമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ നിൻ്റെ അടുക്കൽ വന്ന് അഭയം പ്രാപിക്കുകയാണെങ്കിൽ നീ അവനെ എന്ത് ചെയ്യണം? നീ അവനെ കൊല്ലരുത്, അവന് നീ അഭയം കൊടുക്കണം. നിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ യാചിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നീ എന്തായാലും നീ അവനൊരു അഭയം കൊടുക്കണം എന്നാണ് പറയുന്നത് ഈ ഖുർആനിൽ. അല്ലാതെ നീ പാവങ്ങളായ ആളുകൾ നിൻ്റെ അടുത്ത് അഭയം തേടി വന്നാൽ നീ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നീ അവനെ തുണ്ടമാക്കി വെട്ടിക്കോ എന്നൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അധ്യായം 9 സൂറത്തുൽ തൗബയിൽ ഉള്ള ഈ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തന്നെയുള്ളൂ ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവരും മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്നത്.